നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിക്ക് നാണക്കേടായി 4 ദിവസമായി കുടിവെള്ളത്തിനായുള്ള ജനങ്ങളുടെ നെട്ടോട്ടം അവസാനിച്ചു. പൈപ്പ് ലൈനിന്റെ പണികൾ പൂർത്തിയായതോടെ ഞായറാഴ്ച രാത്രി 10ഓടെ നഗരത്തിൽ പമ്പിംഗ് ആരംഭിച്ചു. ജനത്തിന് ആശ്വാസമായി പാതിരാത്രിയിൽ വെള്ളം എത്തിയെങ്കിലും നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 4 ദിവസത്തോളം എടുത്തത് സർക്കാരിന്റെയും ജല അതോറിറ്റിയുടെയും പിടിപ്പുകേട്. ആസൂത്രണമില്ലാതെ ജോലികൾ തുടങ്ങിയതിനാലാണ് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാത്തതെന്നാണ് ആക്ഷേപം. പാക് അധീന കാശ്മീരിലുള്ളവരെ ഇന്ത്യ സ്വന്തക്കാരായി കണക്കാക്കുന്നുവെന്നും അവർക്ക് ഇന്ത്യയുടെ ഭാഗമാകാമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പാക് അധീന കാശ്മീരിനെ വിദേശ നാടായാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യ അതിനെ സ്വന്തമായാണ് കണക്കാക്കുന്നതെന്ന് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയും മുൻ മുഖ്യമന്ത്രിയുടെ വീടിനു നേരെയടക്കം റോക്കറ്റ് ആക്രമണം ഉണ്ടാവുകയും ചെയ്ത മണിപ്പൂരിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കി. ഇംഫാൽ താഴ്വരയുടെ അതിർത്തി മേഖലകളിൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ അസം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ സംവിധാനങ്ങൾ വിന്യസിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ നടത്തിയ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി PV അൻവർ MLA. കോഴിക്കോട്ടെ വ്യവസായിയായ മാമിയുടെ തിരോധാനത്തിനു പിന്നിലും ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്നാണ് നിലമ്പൂർ MLAയുടെ ആരോപണം. ഇതേക്കുറിച്ചുള്ള തെളിവുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറുമെന്നും അൻവർ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ കാർഡുടമകൾക്കും വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന US സന്ദർശനം ആരംഭിച്ചു. ടെക്സാസ് സർവകലാശാല, വാഷിംഗ്ടൺ DC-യിലെ ജോർജ് ടൗൺ എന്നീ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായും രാഹുൽ ഗാന്ധി സംവദിക്കും. ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ, രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ, ബിസിനസ്സുകാർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവരുമായും വിവിധ ചർച്ചകൾ നടത്തും. കുതിച്ചുയർന്ന് തിരുവോണം ബമ്പർ വിൽപ്പന. ഇതുവരെ 23 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത്. വിൽപ്പനയിൽ മുന്നിൽ പാലക്കാട് ജില്ലയാണ്. 4 ലക്ഷം ടിക്കറ്റാണ് ജില്ലയിൽ മാത്രം ഇതുവരെ വിറ്റുപോയത്. 3 ലക്ഷം ടിക്കറ്റ് വിറ്റ് തിരുവനന്തപുരം ജില്ല തൊട്ട് പിന്നിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്നടക്കം നിരവധി പേരാണ് അതിർത്തി കടന്ന് ടിക്കറ്റ് വാങ്ങാൻ എത്തുന്നത്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം ഇന്ന് ആരംഭിക്കും. കേസിലെ ആദ്യ 50 സാക്ഷികളെയാണ് ആദ്യഘട്ടത്തിൽ വിസ്തരിക്കുക. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 കേസ് പരിഗണിക്കുക. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വിൽക്കാനുള്ള സമയപരിധി 7 വർഷമായി കുറച്ച് ഉത്തരവായി. മുമ്പ് ഇത് 10 വർഷമായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ മന്ത്രി MB രാജേഷ് ഇതു സംബന്ധിച്ച പൊതു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. അറബ് ലോകത്തെ ആദ്യ ആണവോർജ നിലയത്തിന്റെ നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് UAE രാജ്യത്തെ സർക്കാർ നിയന്ത്രിത ന്യൂക്ലിയർ എനർജി കമ്പനിയായ എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.